ഇട്ടിരുന്നൊരു ഫിസിക്കൽ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും അൺബിലീവബിൾ. ഒരു ദിവസം ഒരു 700 കാലോറീസ് അല്ലെങ്കിൽ 800 കാലോറീസ് ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഹ്യൂമർ, ഞാൻ നായിക എന്നൊക്കെ പറഞ്ഞ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞതാണ്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ തിരിച്ചറിയുന്നത് കോമഡി കൈകാര്യം ചെയ്യാൻ പറ്റും, അതിനുള്ള കാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പം പക്ഷെ സിനിമയിലോട്ട് കയറുമ്പോഴത്തേക്കിനും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് അല്ലെങ്കിൽ ഭയങ്കര ബോൾഡ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരുന്നത്, ഇമോഷണൽ. അപ്പൊ ഈ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഹ്യൂമർ കാര്യങ്ങൾ കിട്ടിയില്ല. സൗദികളിലൊക്കെ ഒരു ചെറിയൊരു റോൾ വന്നു, പത്മിനി, സ്മൃതി. അപ്പം ഈ ഒരു സ്പേസ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതില് മുഴുനീള ആ ഒരു ഹ്യൂമറിന് വേണ്ടി ഹ്യൂമർ ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ല, പക്ഷെ സിറ്റുവേഷനലി ആ ഒരു ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. മിൻസി പറയുന്നത് ഇവരിങ്ങനെ ടീച്ചറിനകത്ത് പറയുന്നത് ഒരു കല്യാണം കഴിഞ്ഞിട്ട് പറയുന്നത് ആ ഒരു മിൻസി എങ്ങനെ വിശ്വസിക്കുന്നു? ഒരു നോർമൽ ഒരു റിലേഷൻഷിപ്പ് കമ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇഷ്ടങ്ങളായിരിക്കുമല്ലോ, അതിനൊരു ലീഗൽ ബോണ്ടിങ് അങ്ങനെ അത് വേണമെന്നില്ല, അത് മനസ്സുകളുടെ ബോണ്ടിങ് ആണ്. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് വിശ്വസിക്കുന്ന ഒരാളാണോ? ഇപ്പം ഇതില് ഞാൻ അങ്ങനെയല്ല ഈ ക്യാരക്ടറിനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പം അവരുടെ ചോയ്സുകളാണ്. ഇപ്പം ഇവർക്ക് കല്യാണം കഴിക്കാൻ കുട്ടികൾ വേണ്ട, നിങ്ങൾക്ക് കുട്ടികളാവാൻ കല്യാണം കഴിക്കേണ്ട എന്ന് പറയുന്നിടത്ത് അവരുടെ വ്യൂ പോയിന്റ്സ് കാണിക്കുന്നുള്ളത്. നമ്മള് ഇപ്പോഴത്തെ ന്യൂജൻ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നല്ല മൂവിയിൽ നമ്മൾ കാണിക്കുന്നത്. പേഴ്സണൽ ലൈഫിൽ ഓൾസോ നമുക്കിപ്പം എനിക്ക് തോന്നുന്നില്ല, ഇപ്പം എനിക്ക് മാരേജ് ആണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ആഫ്റ്റർ 2 years അത് മാറാം. സോ ഇപ്പൊ ഞാൻ തീരുമാനങ്ങളോ എനിക്ക് ഇന്ന കോൺസെപ്റ്റോ ഒന്നുമില്ല. സോ ലെറ്റ് ഇറ്റ് ബി. എന്റെ പാർട്ട്ണറും കൂടി വരട്ടെ, പാർട്ട്ണറിന്റെയും കൂടി രീതിയിൽ ചിലപ്പോൾ നമുക്ക് മാരേജ് ആയിരിക്കും ഓക്കെ ആവാൻ, മാരേജ് ഓക്കെ ആവില്ല. ചേട്ടാ, ഓരോ കഥാപാത്രം ഇപ്പൊ ഞങ്ങളിപ്പോ മലയാള സിനിമ ചേട്ടന്റെ സിനിമകളായാലും ശരി വളരെ ചൂസ് ചെയ്ത് ഒരുപാട് സിനിമകൾ ചെയ്യാന്നുള്ളതല്ല, സിനിമകൾ ചെയ്യുന്നത് പ്രേക്ഷകരുടെ ഉള്ളിൽ നിൽക്കണം, അല്ലെ ആ കഥാപാത്രം നിൽക്കുക എന്നതായിട്ടുള്ള ഓരോ ആർട്ടിസ്റ്റിന്റെയും ഡ്രീം അല്ലെങ്കിൽ ഒരു ലക്ഷ്യമാണ്. ചേട്ടൻ ഇപ്പൊ ചെയ്യുന്ന സിനിമകളും അതുപോലെ ഫീൽ ചെയ്യുന്നത്? ഒരുപാടൊന്നും ചെയ്യുന്നില്ല, ചെയ്യുന്നത് ചൂസ് ചെയ്യായിട്ട്. ശരിക്കും അങ്ങനെയാണോ? തീർച്ചയായിട്ടുമാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന സിനിമകളിൽ തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോ നല്ല സിനിമകൾ ചെയ്യണം, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യണം, ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഷെയ്ഡ് ഓരോരോ സിനിമകൾ ചെയ്യാൻ പറ്റണം എന്നുള്ളത് എല്ലാ ആക്ടേഴ്സും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് വരുന്ന ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്താണ് ഞാൻ സിനിമകൾ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ കുറച്ചൊരു കാലമാകുന്ന ശേഷമാണ് ഇപ്പൊ ഒരു സിനിമയുടെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ചൂസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെയും കൂടി ചലഞ്ച് ചെയ്യുന്ന വേഷങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഇനിയുള്ള പ്രയോറിറ്റി. എങ്ങനത്തെ ടൈപ്പ് കഥാപാത്രങ്ങൾ ചെയ്യുക? അല്ലെങ്കിൽ രാജേട്ടൻ ഒരു ഇന്റർവ്യൂ പറയാനുണ്ടായ ആടുജീവിതം പോലൊരു സിനിമ ഇനി ഞാൻ ചെയ്യില്ല, എന്നെ അത്രയും ചെയ്തു അത് അത്രയും ഫിസിക്കൽ എഫേർട്ട് അത് ഇട്ടുകൊണ്ടാണ്. കാരണം പൃഥ്വി അതിൽ ഇട്ടിരുന്നൊരു ഫിസിക്കൽ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും അൺബിലീവബിൾ. ഒരു ദിവസം ഒരു 700 കാലോറീസ് അല്ലെങ്കിൽ 800 കാലോറീസ് ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അങ്ങനെ ഒരു കണ്ടിന്യൂസ്ലി 1-2 മാസം പൃഥ്വി കണ്ടിന്യൂ ആയിട്ട് ചെയ്തിരുന്നു. അത് ഹെൽത്തിന് നല്ലതല്ല, ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഏതൊരു ഡോക്ടറോട് പോയി ചോദിച്ചാലും നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് ചോദിക്കും. അപ്പോൾ അത്രയും എക്സ്ട്രീംസ് ചെയ്തുകൊണ്ടാണ് പൃഥ്വി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, ഇനി അങ്ങനത്തെ ഒരു പടം ചെയ്യുക. പക്ഷെ എനിക്ക് തോന്നുന്നു ഏതൊരു കാലഘട്ടത്തിൽ എപ്പോഴാണെങ്കിലും അങ്ങനത്തെ ഒരു പടം ചെയ്യാൻ എല്ലാവരും ആഗ്രഹിക്കും. പൃഥ്വിയുടെ കരിയറിലെ ഒരു ഐസിംഗ് ഓൺ ദ കേക്ക് ആയിരിക്കും ആ സിനിമ എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും എനിക്ക് എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്യാൻ ഇഷ്ടമാണ്. എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്നെ പറഞ്ഞല്ലോ, എന്നെ ചലഞ്ച് ചെയ്യുന്ന കഥാപാത്രങ്ങൾ കിട്ടിയാൽ ഹാപ്പി.